എന്തൊക്കെയുണ്ട് വിശേഷം? All fine, thank you. കൊച്ചിയിലേക്ക് മാറി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശേഷം എന്ന് തോന്നുന്നു അല്ലേ? അതെ. എന്ത് പറ്റി കൊച്ചിയിലേക്ക് തിരികെ വരാന്നുള്ളൊരു തീരുമാനം എടുത്തേ? കേരളത്തിനോട് എപ്പോഴും എനിക്കൊരു അടുപ്പം ഉണ്ടായിട്ടുണ്ടല്ലോ പണ്ട് മുതലേ. പക്ഷേ ഇത്തവണ പിള്ളേർക്ക് വേണ്ടിയായിരുന്നു കൂടുതലും ബാംഗ്ലൂരിൽ, ബിക്കോസ് അവിടെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നതും. പിന്നെ US പോയിട്ട് ട്രാവലിംഗ് കൂടുതലും അവിടെ നിന്നായിരുന്നു. പിന്നെ ബേസിക്കലി അവിടെ എൻ്റെ സ്വന്തം വീടും ഇല്ലായിരുന്നു. പിന്നെ പിള്ളേർ രണ്ടുപേരും US പോയതോടുകൂടി പിന്നെ അവിടെ വേറെ ഒന്നും എനിക്ക് ചെയ്യാനും ഇല്ലായിരുന്നു. സോ ഐ വാസ് ഓൾസോ ഗെറ്റിംഗ് ബോർഡ്. അപ്പോൾ എൻ്റെ മോസ്റ്റ്ലി വർക്കൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിലാണല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ഫ്രണ്ട്സൊക്കെ അവർ പറഞ്ഞു, ശാന്തി വെറുതെ അവിടെ നിൽക്കുന്ന എന്തിനാ, വൈ നോട്ട് കം ഓവർ, കേരളത്തിൽ വരാലോ. നമ്മുടെ ആർട്ടിസ്റ്റും അവരെ അസോസിയേഷൻ നമ്മുടെ ആൾക്കാരും എല്ലാം പറഞ്ഞുകൊണ്ട് എപ്പോഴും ഏതെങ്കിലും സെറ്റിൽ പോകുമ്പോഴൊക്കെ പറയുന്ന ഒരു കാര്യമായിരുന്നു. ചേച്ചി ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കും എല്ലാം എളുപ്പമാണ്, നമുക്ക് ആക്സസബിൾ ആയിരിക്കും. ചേച്ചി എവിടെയാന്ന് പോലും അറിയില്ല. ചേച്ചി ആരോ US പറയുന്നു, ബാംഗ്ലൂർ പറയുന്നു, ചെന്നൈ പറയുന്നു, എവിടെയാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ബാംഗ്ലൂർ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. എൻ്റെ വളരെ ഒത്തിരി വർഷം എൻ്റെ കൂടുതൽ ക്ലോസ് ഫ്രണ്ട്സായ US തന്നെ ഉള്ള ഫ്രണ്ട്സും, പിന്നെ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ടേ ഉള്ള ഫ്രണ്ട്സും എല്ലാവരും എറണാകുളത്താണ്. സോ അവരെല്ലാവരും കൂടി വിളിച്ചു പറഞ്ഞു. പിന്നെ അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ എനിക്കൊരു വീടും കറക്റ്റായിട്ട് വന്നു. എൻ്റെ കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ അടുത്തും കൂടി ആയപ്പോൾ പിന്നെ no one else to tell me don't come. വീടിന്റെ പേരും കൃഷ്ണാലയം, ശ്രീകൃഷ്ണം. ശ്രീകൃഷ്ണം. കാരണം ശ്രീകൃഷ്ണം ഞാൻ തന്നെ ഇട്ട ഒരു പേരാണ്. എന്ന് വെച്ചാൽ അമ്മ പറയായിരുന്നു, ഞാൻ ചുമ്മാ അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മ വീട്ടു പേരിടണം, എന്ത് പേരിടണം? അപ്പം അമ്മ പറഞ്ഞു SK വരാവുന്ന രീതിയിൽ നീ എന്തെങ്കിലും ഇട്ടോ എന്ന് പറഞ്ഞു. വിച്ച് ഇസ് ട്രൂ. കാരണം എന്ന് വെച്ചാൽ അമ്മയുടെ പേര് ശാരദാ കൃഷ്ണൻ എന്നാണ്, വിച്ച് ഇസ് SK. അച്ഛൻ ഓഫ് കോഴ്സ് കൃഷ്ണൻ. പിന്നെ എൻ്റെ ഏറ്റവും മൂത്ത ഏട്ടൻ്റെ പേര് ശ്രീറാം കൃഷ്ണൻ, അതും SK. പിന്നെ സുരേഷ് കൃഷ്ണ, അത് SK. സതീഷ് കൃഷ്ണ SK. ശാന്തി കൃഷ്ണ SK. സോ അങ്ങനെ SK വരുന്ന ബേസിക്കലി ഒരു ഫുൾ കുടുംബത്തിൻ്റെ ഒരു മെയിൻ പേര് പോലെ. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം കാറിൽ പോകുമ്പോൾ ഇങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യുന്നത്. കൃഷ്ണൻ പേര്, കൃഷ്ണൻ്റെ പേര് തന്നെ എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ SH വരാവുന്ന, ശ്രീ എന്ന് പറയുമ്പോൾ ശാന്തിയുടെ SH ആണ്. അപ്പോൾ ശ്രീ കൃഷ്ണം, അപ്പോൾ SY, അപ്പോൾ ക്യാപിറ്റൽ S എഴുതും, ശ്രീ ഇട്ടിട്ട് ക്യാപിറ്റൽ K ആണ്, അപ്പോൾ ശ്രീ കൃഷ്ണ എന്ന് വരും. ഈ എമ്മും ക്യാപിറ്റലാണ്. അത് എൻ്റെ മക്കളുടെ പേരാണ്, മിത്തുൽ മിത്താലി. അപ്പോൾ അങ്ങനെ മിത്തുൽ മിത്താലി. സോ ശ്രീ കൃഷ്ണം അങ്ങനെ ഇട്ട പേരാണ്. അങ്ങനെ ഓക്കെ. ചേച്ചി സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ചേച്ചി ഒരു വീണ്ടും സിനിമയിലേക്ക് വന്നത് സോഷ്യൽ മീഡിയ ത്രൂ കണ്ടിട്ടാണ് എന്ന് പറയുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു തിരിച്ചുവരവ്? എങ്ങനെയായിരുന്നു ഇത്? ഞണ്ടുകളുടെ നാട്ടിലായിരുന്നു ഉദ്ദേശിച്ചത് അല്ലേ? ബിക്കോസ് ആ സമയത്ത് ഞാൻ US ഇൻഫാക്ട് അത് തന്നെ ഒരു സർപ്രൈസ് ആയിരുന്നു എനിക്ക്. എന്ന് വെച്ചാൽ ഇത്രയും വർഷത്തിന് ശേഷം ഒരു 10-25 വർഷത്തോളം ആയിട്ടുണ്ടായിരുന്നു ഞാൻ സിനിമ വിട്ടിട്ട്. അപ്പോൾ ആ സമയത്ത് ഒക്കെ ടോട്ടലി അവേ ഫ്രം മൂവീസ്. അപ്പോൾ ഞാൻ ഒരിക്കലും ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ മൂവീസിലോട്ട് പോകുന്നു അങ്ങനെയൊന്നും ചിന്തിക്കാത്ത ഒരു സമയം കൂടി ആയിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ FB വഴി ഇങ്ങനെ ത്രൂ അനദർ ഫ്രണ്ട് ഇങ്ങനെയൊക്കെ ചോദിച്ച് വന്ന്, ആരോ ശാന്തി ചേച്ചി അന്വേഷിക്കുന്നു, ഒരു പടത്തിന് വേണ്ടിയാണ്, നിവിൻ പോളിയുടെ പടത്തിനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, ബട്ട് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. കാരണം എനിക്കിനി ഒരിക്കലും പടത്തിലോട്ടൊക്കെ അഭിനയിക്കുക എന്നൊക്കെ പോവാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് നടക്കും എന്നൊക്കെ ആയിരുന്നു. ബട്ട് ദെൻ അഗെയിൻ ഐ ഓൾവേസ് യൂസ് ടു ബിലീവ് നമ്മൾ എന്തെങ്കിലും നമുക്ക് ഡെസ്റ്റിൻഡ് ആണെങ്കിൽ അത് നമ്മുടെ അടുത്ത് തന്നെ വരും. ബിക്കോസ് നമ്മൾ ഇത് എങ്ങനെയെങ്കിലും നമ്മൾ വേണ്ടാന്നൊക്കെ വെച്ചാലും സംഭവം അത് നമ്മുടെ അടുത്ത് തന്നെ വരും. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം കൂടിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ആ പെന്നിൽ എഴുതുമ്പോൾ ചിലപ്പോൾ ആ ക്യാരക്ടർ എഴുതുമ്പോൾ ആരുടെ പേരാണ് അതിൽ വരിക എന്ന് വെച്ചാൽ അത് ആ ക്യാരക്ടർ അവരുടെ തന്നെ പോകും. ബിക്കോസ് ഈവൻ അൽത്താഫ് പോലും അവർ വിചാരിച്ചിട്ടില്ല ദാറ്റ് ഇസ് ശാന്തി കൃഷ്ണ ചേച്ചിയാണ് ഇതിൽ അഭിനയിക്കാൻ പോകുന്നത്. ബിക്കോസ് അവർക്ക് ദേ വാണ്ടഡ് എൻ ആർട്ടിസ്റ്റ് ഹു ഇസ് എ നോൺ ആർട്ടിസ്റ്റ്, പക്ഷെ കുറെ കാലമായിട്ട് ആൾക്കാർ കാണാത്ത ഒരു ആർട്ടിസ്റ്റ്. അങ്ങനെ ആയിരുന്നു ഷീല ചാക്കോ എന്ന ക്യാരക്ടർ ചെയ്യിപ്പിക്കണം എന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.